ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി രാജ്യത്തെ പഞ്ചസാര ക്ഷാമത്തിന് പരിഹാരമാകുന്നു എന്നൊരു നല്ല വാർത്ത ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്പം ആശ്വാസമായി അല്ലേ? എത്തനോൾ പെട്രോൾ, E20 പെട്രോളൊക്കെ വന്നപ്പോൾ പഞ്ചസാര ക്ഷാമം മാർക്കറ്റിൽ അനുഭവപ്പെട്ടതാണ്. എന്താ ചെയ്തത് കേന്ദ്ര സർക്കാർ? 3 ലക്ഷം ടൺ പഞ്ചസാര ഉടൻ വിപണിയിലെത്തിക്കും. കയറ്റുമതിക്കായി സൂക്ഷിച്ചിരുന്ന ശുദ്ധീകരിച്ച പഞ്ചസാരയുടെ ഒരു പങ്ക് ആഭ്യന്തര വിൽക്കാൻ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. മൊത്ത വ്യാപാര വിലയിൽ 20% വരെ കുറവുണ്ടായതായി കേന്ദ്രം വ്യക്തമാക്കി. ഇതിന് മുന്നോടിയായി 10 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര നികുതിരഹിതമായി ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ് E20 പെട്രോൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. പക്ഷേ കർഷകർക്ക് അതിന് ആനുകൂല്യം കിട്ടിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ അത് ഇറക്കുമതി കൊടുക്കേണ്ട അവസ്ഥയിലാണ്. വിപണിയിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് ചായ കുടിച്ചിരുന്നവൻ ആകെ ബുദ്ധിമുട്ടിലായി. വിപണിയിൽ പഞ്ചസാര കിട്ടാത്ത അവസ്ഥയായി. പെട്രോളുമായിട്ട് E20കാരൻ പോകുന്നു, പഞ്ചസാരയുമായിട്ട് E20കാരൻ പോകുന്നു. പഞ്ചസാര കിട്ടാതെ മാർക്കറ്റിൽ നിന്ന് ഉയർന്ന വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയിൽ സാധാരണക്കാരൻ നിൽക്കുന്നു. ഇതായിരുന്നു അടുത്തിടെ അവസ്ഥ. എന്തായാലും താൽക്കാലികമായ ഒരു പരിഹാരമാവുകയാണോ പഞ്ചസാര ക്ഷാമത്തിന് മാർക്കറ്റിൽ? നോബൽ മാരിക്കാരൻ. അരുൺ, E20 പെട്രോളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിടയിലാണ് രാജ്യത്ത് പഞ്ചസാര ക്ഷാമം വലിയ തരത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് പഞ്ചസാരയെ സംബന്ധിച്ചിടത്തോളം വില വർധന ഉണ്ടാവുക മാത്രമല്ല, പഞ്ചസാര ലഭിക്കാത്ത സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. എത്തനോൾ ബ്ലെൻഡിങ്ങിന് വ്യാപകമായി തന്നെ കരിമ്പ് അടക്കമുള്ള ധാന്യങ്ങളോ കരിമ്പടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉപയോഗിച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ പ്രതിസന്ധി കൊണ്ടെത്തിയാൻ കാരണം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്താണെങ്കിലും നിലവിൽ പഞ്ചസാര ലഭ്യത കുറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടുതൽ നിർദ്ദേശങ്ങളുമായി കേന്ദ്രം പുറത്തേക്ക് വരികയാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 ലക്ഷം ടൺ പഞ്ചസാര അടിയന്തരമായി ശുദ്ധീകരിച്ച പഞ്ചസാര വിപണിയിലേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും എക്സ്പോർട്ട്, അതായത് കയറ്റുമതിക്ക് വേണ്ടി ശുദ്ധീകരിച്ച് പഞ്ചസാര സൂക്ഷിച്ചിരുന്ന ഒരു വിഹിതം എത്രയും വേഗം ആഭ്യന്തര മാർക്കറ്റുകളിലേക്ക് പമ്പ് ചെയ്യാൻ എത്തിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ലക്ഷം ടൺ പഞ്ചസാര എന്താണെങ്കിലും അടിയന്തരമായി മാർക്കറ്റിലേക്ക് എത്തുക. ഇതോടെ നിലവിലത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ 10 ലക്ഷം മെട്രിക് ടൺ പഞ്ചസാര നികുതി ഇല്ലാതെ ഇറക്കുമതി നടത്താനുള്ള തീരുമാനം കേന്ദ്രം നേരത്തെ എടുത്തിരുന്നു. ആ അനുമതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പഞ്ചസാര ഉടൻ തന്നെ രാജ്യത്ത് എത്തുകയും ചെയ്യും. അതോടെ നിലവിലുള്ള പ്രതിസന്ധിക്ക് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്രം പറയുന്നത്, നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ E20യുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ വിമർശനം പഞ്ചസാര വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. കാരണം പഞ്ചസാരയ്ക്ക് വലിയ വിലവർധന അടക്കം ഉണ്ടാകുന്നത് മാത്രമല്ല, പഞ്ചസാര കിട്ടാത്ത സാഹചര്യം അടക്കം ഉണ്ട് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതാണെങ്കിൽ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കുന്നത് പഞ്ചസാര വിലയിൽ 20% കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. കേന്ദ്രം ഇതിൽ കോലാപൂരിൽ 48 രൂപയായി കുറഞ്ഞുവെന്നും ഉത്തർപ്രദേശിൽ 53 രൂപയായി കുറഞ്ഞുവെന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ കേന്ദ്രം നേരിടുകയാണ്. എത്തനോൾ ബ്ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞ കരിമ്പും മറ്റ് ധാന്യങ്ങളൊക്കെ നിരന്തരം ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയടക്കം ബാധിക്കുന്നു. അടുക്കളയിൽ വലിയ തരത്തിൽ വിലക്കയറ്റം ഉണ്ടാകുന്നു. തീ വില കൊടുത്ത് പെട്രോൾ വാങ്ങുന്നു, അതേ വില കൊടുത്ത് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങേണ്ട സാഹചര്യം രാജ്യത്ത് ഉണ്ടാകുന്നത് വിമർശനമൊക്കെ വരുന്നുണ്ട്. അതായത് അതിനിടയിൽ അപ്പോൾ ഈ പഞ്ചസാര ക്ഷാമത്തിന് പരിഹാരമായിക്കൊണ്ട് കേന്ദ്രത്തിന് നിർദ്ദേശം എത്തിയിരിക്കുന്നത് ശുദ്ധീകരിച്ച 3 ലക്ഷം ടൺ പഞ്ചസാരയാണ് ഉടൻ മാർക്കറ്റിലേക്ക് എത്തിയത്. ഇതോടെ നിലവിലുണ്ടായ വിലവർധനയും ഒപ്പം ക്ഷാമവും പരിഹരിക്കപ്പെടും എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അരുൺ, ഓക്കെ. നോബൽ, അതിനിടയ്ക്ക് ചോദിക്കട്ടെ, 3ാം ഓണമാണ്. ഡൽഹിയിലൊക്കെ ഈ 3ാം ഓണം പരിപാടി ഉണ്ടോ? അരുൺ, ഡൽഹിയെ സംബന്ധിച്ച് 3ാം ഓണം അത്ര വലിയ ആഘോഷമൊന്നുമല്ല. കാരണം ഡൽഹിയിൽ നമുക്കറിയാം വർക്കിംഗ് ഡേ ആണ്. സാധാരണഗതിയിൽ ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന ദിവസമാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്ലബ്ബുകൾ, അസോസിയേഷനുകളൊക്കെ ഓണാഘോഷിക്കുന്ന ഒരു പതിവാണ് ഇനിയിപ്പോൾ ഉള്ളത്. കാരണം ഡൽഹിയെ സംബന്ധിച്ച് തിരുവോണം തൊട്ട് അങ്ങോട്ട് ഒരു മാസം വിപുലമായി തന്നെ ഓണാഘോഷം നീണ്ടു നിൽക്കും എന്നുകൂടി നമ്മൾ എടുത്തു പറയണം. അതുകൊണ്ട് ഇത്തരത്തിൽ ഓണത്തിന് ശേഷമുള്ള പ്രധാന ദിവസങ്ങൾക്ക് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും സാധാരണ നടക്കാറില്ല. പക്ഷേ എങ്കിൽ പോലും അവധി ദിവസങ്ങളിൽ പരമാവധി അസോസിയേഷനൊക്കെ ഓണം ആഘോഷിച്ചുകൊണ്ട് ഓണാഘോഷം വീണ്ടും തുടർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് ദില്ലിയിൽ കാണാൻ കഴിയുക. ഓക്കെ, താങ്ക് യു നോബൽ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, E20യുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, E20യുടെ വാർത്തകൾ വരുന്ന സമയത്ത് പെട്രോൾ ടാങ്ക് വലിച്ചെടുത്തുകൊണ്ട് ചില മനുഷ്യർ പോകുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, E20 പ്രശ്നമാണ് അല്ലേ? പഞ്ചസാര പ്രശ്നമാണ് എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ശരീരത്തിന് വേണ്ടാത്തൊരു ഐറ്റമാണ് കേട്ടോ ഈ പറയുന്ന പഞ്ചസാര. അതുകൊണ്ടാണ് വെളുത്ത വിഷം എന്ന് ഗാന്ധി പഞ്ചസാരയെ വിശേഷിപ്പിച്ചത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റിൻ്റെ അംശമൊക്കെ ശരീരത്തിന് വേണ്ടാത്തതാണ് എന്നുള്ളതാണ് നമ്മുടെ ഗാന്ധിജിയുടെ നിലപാട്. വെളുത്ത വിഷം എന്നാണ് പഞ്ചസാര വിശേഷിപ്പിച്ചിരുന്നത്.